കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് ജീഷോ ആണ് അവളെ ഹഗ് ചെയ്ത് കാണും. അങ്ങനെ അതുകൊണ്ട് അവള് നാണിച്ചിട്ട് അതേപോലെ അവളുടെ കൂട്ടുകാരെ ഹഗ് ചെയ്ത് നൈസിന് അവിടെ നിന്ന് സന്തോഷിച്ചുകൊണ്ട് പോകും. അതിനുശേഷം അവള് രാത്രി സത്യദേവൾക്ക് താങ്ക് യു പറഞ്ഞ് ആരായിരിക്കും എന്ന് പറഞ്ഞ് കുറെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവൾക്കത് ജീഷോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അടുത്ത ദിവസം ക്ലാസ്സിൽ വെച്ച് എല്ലാവരും സാറിന്റെ ബർത്ത്ഡേ വരാൻ പോകുന്നുണ്ട്, താങ്ക് യു സാർ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എഴുതി കൊണ്ടുവരാൻ പറയും. അങ്ങനെ പ്രധാനമായിട്ട് അത് താങ്ക് യു വേണമെന്ന് പറഞ്ഞ് ഇവൾ എല്ലാവരോടും പറയുമ്പം ഇവളുടെ ഉദ്ദേശം ജീഷോ ആ താങ്ക് യു എഴുതി പരസ്പരം ആ ലെറ്ററുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാന്. പക്ഷെ ഇവള് പറയുന്ന സമയത്ത് ജീഷോ അവിടെ കാണത്തില്ല. അപ്പോഴാണ് അവനും സാറുമായിട്ട് അവിടേക്ക് വരുമ്പം പെട്ടെന്ന് ഇവള് മേടിച്ചിട്ട് സാറ് കാണാതെ നൈസിന് പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് സാറ് ഇവളെ കണ്ടുടനെ ഇവളുടെ ലോലിപോപ്പ് ഇങ്ങനെ മറച്ചു വെച്ചിട്ട് അവള് സാറിനെ നോക്കി നിൽക്കുമ്പം ഇത് കണ്ട് സാറാണ് ഇവൾക്കെന്തോ പനി പിടിച്ചോന്ന് പറഞ്ഞ് അങ്ങേര് പുറകെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ കണ്ട് ക്ലാസ് ഇരിക്കുന്ന എല്ലാവരും കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേസമയം സാറും ഇങ്ങനെ ഫൈനൽ എക്സാം വരുമ്പോഴാണോ പുറത്ത് ചുറ്റി ഇങ്ങനെ പനിയൊക്കെ വരുന്നതെന്ന് പറഞ്ഞ് ഇവളുടെ ഫീവർ ചെക്ക് ചെയ്യാൻ പോകുന്ന അങ്ങേര് ടച്ച് പോലും ചെയ്യാതെ ചൂട് ചെറിയ കുറവുണ്ടെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് പിള്ളേരെല്ലാരും കൂടെ സാറ് കാണിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് സാറും എന്നാലും കുറെ സമയമായിട്ട് ഒരു കൈ എന്തിനാ വായിക്കാത്ത ഇങ്ങനെ വച്ചേക്കുന്ന ചോദിക്കുമ്പോൾ അവളാണ് പൂച്ചയെ പോലെ കാണിച്ചതെന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് സാറ് ചെയ്യുന്നതിന്റെ എല്ലാവരും കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കും ചിരി വരുമ്പം സാറിന് മനസ്സിലായി ഇവള് ലോലിപോപ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ ഇങ്ങനെ വച്ചേക്കുന്നതെന്ന്. അതോടൊപ്പം തന്നെ അതെടുത്തും കളഞ്ഞിട്ട് ഇവള് പുറത്ത് നിൽക്കാൻ പറയും. അങ്ങനെ അതോടെ എല്ലാവരും കൂടെ പേടിച്ച് സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ അതിനേശം ഇവൾക്ക് കൂട്ടെടുക്കാൻ വേണ്ടി ക്ലാസ് സമയത്ത് ഷീലിങ്ങും നൂഡിൽസ് കഴിക്കുന്ന പോലെ അവനും കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ സാറും ഇവനെന്തോ അവിടെ നിന്ന് കാണിക്കുമെന്ന് പറഞ്ഞ് അവനും ചെന്ന് പുറത്തേക്കാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവനും ഇവൾക്ക് കൂട്ടിന് വേണ്ടി പുറത്തേക്ക് ചെല്ലുമ്പം അവളാണ് ഇവനെന്ത് കഴപ്പാ കാണിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും വിശക്കുന്നുണ്ട് നൂഡിൽസ് കഴിച്ചപ്പോൾ സാർ ഇവനെ പൊക്കിന്ന് പറയും. അതോടെ അവളാണ് ഷോക്കായിട്ട് ക്ലാസ് സമയത്താണോ നൂഡിൽസ് കഴിക്കുന്നതെന്ന് പറഞ്ഞ് ഇവളും തിരിച്ചു പറയുമ്പോൾ അവനാണ് ലോലിപോപ്പ് അല്ല ഇവ സ്പൂണും കൊണ്ട് കഴിച്ചോണ്ട് ഇവളെ പോലെ മറച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൻ കളിയാക്കുമ്പോൾ തന്നെ ഇവരുടെ ദേഷ്യത്തിൽ വഴക്കാകും. അപ്പോഴാണ് ഇത് അകത്തിരുന്ന് കാണുന്ന സാറാണ് പുറത്ത് രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞ് ഇവിടെ ജീഷോനെ ബുക്ക് എടുത്ത് വായിക്കാൻ പറഞ്ഞ് അങ്ങേര് പുറത്തേക്ക് വന്ന് നോക്കും. അതോടെ ജീഷോ അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശബ്ദത്തിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് വന്നിട്ട് സാറും ഇവ രണ്ടുപേരും അങ്ങ് പൊക്കും. അങ്ങനെ രണ്ടുപേര് കഴിക്കാനാണോ പഠിക്കാനാണോ വന്നതെന്ന് പറഞ്ഞ് ഇവരെ കുറെ അങ്ങ് വഴക്കുറയുമ്പം ഷീലിംഗ് ആണ് വളരുന്ന കുട്ടിയല്ലേ നല്ലോണം കഴിക്കണം എന്ന് പറയും. അപ്പോഴാണ് സാറും എങ്കിൽ പിന്നെ വളരുന്ന കുട്ടി നല്ലോണം വർക്കൗട്ടും ചെയ്യണം എന്ന് പറഞ്ഞ് രണ്ടുപേരും സ്കൂൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് ചെല്ലുമ്പം ഇവിടെ ജീഷയാണ് അവ രണ്ടുപേരും അവിടെ പനിഷ്മെന്റ് ചെയ്യുന്നിട്ട് ഇവ വീണ്ടും തിരിച്ച് ക്ലാസ്സിലേക്ക് ചെല്ലും. അതിനേശം അവനും യങ്സയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ട് ഇവള് ചെയ്ത തെറ്റൊക്കെ മനസ്സിലാക്കിയെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ക്ലാസ് സമയത്ത് ലോലിപോപ്പ് കഴിച്ചാണെന്ന് പറഞ്ഞ് അവളെ തെറ്റ് മനസ്സിലാക്കി പറയും. ഇത് കേട്ട് അവനും അതല്ല ഇവൾ സ്പോർട്സ് റൂമിൽ ചെന്ന് ആ മത്സരമൊക്കെ മാറ്റി തെറ്റല്ലെന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കിയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അത് ഞാൻ ചെയ്ത തെറ്റാ ഇനി ഒരിക്കലും ചെയ്യത്തില്ല എന്നിന് അവൾ സത്യം ചെയ്യുമ്പം ഇവനാണ് അത് മാത്രമല്ല ലോലിപോപ്പ് ക്ലാസ് സമയത്ത് കഴിക്കുന്നതും തെറ്റാ പിന്നെ പുറത്തിരുന്ന് സംസാരിക്കുന്ന തെറ്റാന്ന് പറഞ്ഞ് ഇവൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുമ്പം അവളാണ് ഇനി അതേപോലെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അവൾ മാറിക്കോളാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനും കുറച്ച് സന്തോഷത്തി എങ്കിൽ പിന്നെ ചെയ്തൊക്കെ തെറ്റായെങ്കിൽ മനസ്സിലായെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ജീഷയ്ക്ക് അവളെ ഇഷ്ടമായതുകൊണ്ട് അവനിപ്പോ ഒന്ന് സംസാരിച്ചിട്ട് വന്ന് അതിനേശം ഇവിടെ ഷീലിംഗ് ആണ് ഇതൊക്കെ അവൻ വൃത്തിയായിക്കോളാം ഇവള് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറയും. അപ്പോഴാണ് അവളാണ് ഷോക്കായിട്ട് ഇവൻ എപ്പോ തൊട്ട് ഇത്ര നല്ല മനസ്സൊക്കെ വന്നേന്ന് ചോദിക്കുമ്പോൾ അവനാണ് ബാസ്കറ്റ് ബോൾ മത്സരത്തിന് മുമ്പ് ഇവന്റെ ലോക്കറിനകത്ത് കളിക്കാനുള്ള പ്ലാനൊക്കെ വരച്ചു വെച്ചത് ഇവളല്ലെന്ന് പറഞ്ഞ് അതിന് നന്ദിയായിട്ട് അവന് ചെയ്യാന്ന് പറയും. പക്ഷെ ആ പ്ലാനും കൊണ്ട് വലിയ യൂസ് ഒന്നുമില്ലെന്ന് ഇവനും പറയുമ്പം ഇവളത് ഓർത്ത് നോക്കിയിട്ട് ആ പ്ലാൻ വരച്ചു കൊടുത്ത് ഇവളൊന്നല്ല ഷീയാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് താങ്ക്സ് സാറാണ് അവളോട് ചെന്ന് പറയുന്നത് ഇവള് പറയുമ്പോ തന്നെ അവൻ ചെറുതായിട്ട് അങ്ങ് ചമ്മിപ്പോവും. കാരണം ഇവൾ അങ്ങനെ വരച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ അവൻ സന്തോഷത്തിരുന്ന് എന്നിട്ട് അവനും ഇവളോട് ഒരു ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് ഇവൾക്ക് സത്യത്തിൽ ജീഷയോടുള്ള ഇഷ്ടമുണ്ടോന്ന് ചോദിക്കും. അങ്ങനെ എന്താണെങ്കിലും മനസ്സിലുള്ളത് ഓപ്പൺ ആയിട്ട് ഇവനോട് ഇപ്പം പറയാൻ വേണ്ടി ചോദിക്കുമ്പോൾ അവളാണ് ടെൻഷനായിട്ട് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയും. കാരണം ഇവ മൊത്തത്തിൽ പാട്ടൊക്കെ ഒന്ന് പേടിച്ചിരിക്കുന്നത്. അപ്പോഴാണ് അവനും ഇവനോട് പറഞ്ഞില്ലെങ്കിൽ അവൻ തന്നെ കണ്ടെത്തുന്ന പറഞ്ഞ് ഇവളുടെ ആയിരിക്കുന്ന പേപ്പർ എടുത്ത് വെച്ച് നോക്കും. കാരണം അതിനകത്ത് AB പ്രൊപ്പോഷൻ ഇവളെയും ജീഷനെയും വെച്ച് അവൾ ചെയ്തു പോയി കാണും. അതുകൊണ്ട് തന്നെ അവന് മനസ്സിലാക്കി എന്തിനാ സത്യമൊക്കെ ഇങ്ങനെ മറച്ചു വെക്കുന്നതെന്ന് പറഞ്ഞ് ഇവൾക്ക് അവൻ ഇഷ്ടം എന്നങ്ങ് സമ്മതിച്ച പോലും ചോദിക്കുമ്പോൾ അവളാണ് ഇനിയിപ്പോ ജീഷോ ഇഷ്ടമാണെങ്കിലും അവൻ തിരിച്ചെന്നെ ഇഷ്ടപ്പെടേണ്ടെന്ന് പറഞ്ഞ് ഇവളും കുറച്ച് വിഷമിച്ചൊക്കെ ഇരിക്കും. അപ്പോഴാണ് അവനും വേണേ ജീഷയ്ക്ക് ഇവൾ ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അവൻ കണ്ടെത്തി തരാന്ന് പറയും. കാരണം ഇവന്മാർ രണ്ടൊരു ബെസ്റ്റ് ഫ്രണ്ട്സാ. അതുകൊണ്ട് ഇവൻ വേണേ ചോദിച്ച് മനസ്സിലാക്കി തരാന്ന് പറയുമ്പോൾ അവളും കുറച്ച് സന്തോഷത്തി അങ്ങനെയൊക്കെ ചോദിക്കുവാണ് താങ്ക്സ് എന്ന് പറഞ്ഞ് ഇവള് സന്തോഷത്തിലാകും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ അത് ചെയ്യണമെങ്കിൽ ആദ്യം ഇവനൊരു പ്രോമിസ് ചെയ്യണം ഇവൻ എന്നേലൊക്കെ ഒരു സഹായം ഇവളോട് ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്തരണമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവൻ ഇത് കൺഫേം ചെയ്തുള്ളൂ എന്ന് പറയുമ്പോൾ അവളാണ് ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് എങ്കിൽ പിന്നെ ഇവളെ ജീഷോ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൾ അവിടെ പോയ ഉടനെ ഇവൻ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കാൻ തുടങ്ങും. അതിനുശേഷം അടുത്ത ദിവസം ലീവ് ആയതുകൊണ്ട് യങ്സയുടെ അച്ഛനും അമ്മയും കൂടെ ഷീയും കൂടെ വിളിച്ചോണ്ട് പുറത്ത് ഷോപ്പിങ്ങിനാവും. കാരണം ഷീയും ഇവരുടെ വീട്ടിലാണ് താമസിച്ചിരിക്കുന്നത്. അങ്ങനെ പുറത്ത് നിന്ന് ഇവർ രണ്ടുപേരും കൂടെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഷീയാണ് ആ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ട് ഇത് ഷീലിംഗ് ഇഷ്ടപ്പെടുവാൻ ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് യങ്സയും അവൻ ഇഷ്ടപ്പെട്ട എന്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞ് സ്കൂളിലുള്ള
മിക്ക പയ്യന്മാരും ഇവളുടെ പുറയിലാന്ന് പറയും. എന്നിട്ട് എന്തിനാ ആ വട്ട് കേസിന്റെ പുറകെ പോകുന്ന ഇവള് ചോദിക്കുമ്പം ഇത് കേട്ട് ഷീയും ഇവൾക്ക് അവന് ഒത്തിരി ഇഷ്ടമെന്ന് പറയും. ഒരു ദിവസം സ്റ്റേജ് വെച്ച് ഇവൾ അവനെ പ്രൊപ്പോസ് ചെയ്തിട്ട് റിജക്റ്റ് ആയതുകൊണ്ട് ആ വിഷമത്തിൽ പറയുവാണ് അവൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുമ്പം ഇത് കേട്ട് യങ്സിയും അതിന് ആരാ അവനെ പ്രൊപ്പോസ് ചെയ്യുന്ന പറഞ്ഞ് അതറിയാതെ പറ്റിപ്പോയ സംഭവം ഇവളോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ സത്യത്തിൽ ഷീലിനെ തന്നെ പ്രണയിക്കാൻ നോക്കുവാണ് ആ നല്ലോണം ആലോചിച്ചെന്ന് പറഞ്ഞിട്ട് യങ്സയും കുറച്ച് അഡ്വൈസ് ഒക്കെ കൊടുത്തോണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവർ സ്കൂളിലേക്ക് ചെല്ലുമ്പം ഇവളാണ് എല്ലാവരും സാറിന് താങ്ക് യു ലെറ്റർ എഴുതിയെന്ന് പറഞ്ഞ് അത് കളക്ട് ചെയ്യാൻ വേണ്ടി അവള് മനപ്പുറം ഷീലിങ്ങിന്റെ കൂടെ ഷീയും കൂടെ ചെന്ന് കളക്ട് ചെയ്യാൻ പറയും. അങ്ങനെ ഇവർക്കൊരു ചാൻസ് ഒപ്പിച്ചു തരുക. അങ്ങനെ അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ കളക്ട് ചെയ്യുമ്പം അതേസമയം ജീഷയാണ് അവ ലെറ്റർ എഴുതിയില്ലെന്ന് പറയും. അപ്പോഴാണ് ആ ഗ്യാപ്പിൽ കൂടെ ഷീലിങ് ചെന്ന് ഷീയുമായിട്ട് ഇങ്ങനെ ഇടിച്ചു നിൽക്കുമ്പം രണ്ടുപേർക്ക് എങ്ങോട്ട് വേണമെന്നറിയാതെ അവിടെ തന്നെ നിൽക്കും. അപ്പോഴാണ് യങ്സ് അടുത്തേക്ക് വന്നിട്ട് മതി മതി ഞാൻ തന്നെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവൾ ആ കാർഡൊക്കെ ചെന്ന് കളക്ട് ചെയ്യും. അതിനുശേഷം യങ്സയാണ് ആരെങ്കിലും ഇങ്ങനെ കാർഡ് തരണ്ടോന്ന് ചോദിക്കുമ്പം ഷീലിങ്ങും ഒരാൾ മാത്രം തന്നില്ലെന്ന് പറയും. അതുകൊണ്ട് അവളിന്ന് ദേഷ്യത്തി ഇനി ഞാൻ ചെന്ന് കാലി വീന്ന് കെഞ്ചണമെന്ന് പറഞ്ഞ് അതാരാന്ന് ഇവള് ചോദിക്കുമ്പം അവനാണ് നൈസിന് മോൾ അങ്ങോട്ട് പോയി ചോദിക്കുന്ന പറഞ്ഞ് അത് ജീഷയെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതോടെ അവള് മൊത്തം ടെൻഷനായി ഇവൻ എന്തുകൊണ്ടാ താങ്ക് യു ലെറ്റർ എഴുതാത്തതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനോട് ആരും ഇങ്ങനെ എഴുതാൻ വേണ്ടി പറഞ്ഞില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവളും ഒരു ലെറ്റർ എടുത്ത് അവന്റെ കൊടുത്തിട്ട് എങ്കിൽ പിന്നെ ഇതിനകത്ത് എഴുതി ജീഷ ഒന്ന് അവന്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവനിങ്ങനെ താങ്ക് യു എന്ന് എഴുതി കൊടുക്കുമ്പം ഇവൾക്ക് വന്ന മറ്റേ പേപ്പറായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോഴാണ് രണ്ടക്ഷരം ഒരേപോലെ ഇരിക്കുന്നുണ്ട്. അവള് മൊത്തം സന്തോഷത്തിലായിട്ട് അത് ഇവൻ തന്നെയാന്ന് കൺഫേം ചെയ്യും. അതുകൊണ്ട് അവനെ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പം ജീഷയ്ക്ക് നാണം വന്നിട്ട് അവൻ പെടുന്ന് ബോട്ടിലെടുത്തോണ്ട് ഇവൾക്ക് കുടിക്കാൻ വെള്ളമെല്ലാം പിടിച്ചോണ്ടിറങ്ങാൻ ചോദിക്കും. അപ്പോഴാണ് അവളും എനിക്കും വേണമെന്ന് പറഞ്ഞ് അവൾ അവന്റെ ബോട്ടിലെടുത്തു വിടും. അതിനുശേഷം ഇവളകത്തിരി നാണിച്ചുകൊണ്ടിരിക്കുമ്പം അതേപോലെ പുറത്തവനും കുറച്ച് സന്തോഷത്തോടെ അവിടെ നടന്നു പോകും. എന്നിട്ട് അന്ന് രാത്രി ഇവിടെ ഹോസ്റ്റലിൽ വെച്ച് യങ്സയുടെ കൂടെ പഠിക്കുന്ന പെങ്കൊച്ചും കുറെ കോപ്പിയൊക്കെ വെച്ച് അവളെ ആരും കണ്ടുപിടിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന യങ്സയും ഇവൾ എവിടേക്കാ വച്ചേക്കെന്ന് ചോദിക്കുമ്പം അവളും ബോട്ടിലിനകത്തും പിന്നെ അവളുടെ കാലിനകത്ത് എഴുതി വെച്ചേക്കുന്ന ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇവളെ ആരും പൊക്കത്തില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് യങ്സയാണ് പേടിച്ചിട്ട് ഇവളെക്കാളും കുറെ ടാലന്റഡ് ആയിട്ടുള്ള കള്ളന്മാരെ സാറുമാര് കണ്ടാണെന്ന് പറഞ്ഞ് വെറുതെ സീൻ ഉണ്ടാക്കാതെ ഇവളെ കുത്തിയിരുന്ന് പഠിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അടുത്ത ദിവസം ഇവരും പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പം അതേസമയം ഷീലിംഗ് ആണ് ഇവൻ എഴുതുന്ന താങ്ക് യു ലെറ്റർ ഇവൾ വായിച്ചോന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കുമ്പം അവനാണ് ഒന്നില്ലെന്ന് പറഞ്ഞ് അവന്റെ സീറ്റിൽ ചെന്നിരുന്നിട്ട് അപ്സെറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അതിനുശേഷം അവിടേക്ക് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ടീച്ചറും വരുമ്പം അതേസമയം യങ്സയുടെ പൗച്ചിനകത്തിരുന്ന് സാറിന് വേണ്ടി എഴുതിയ ഒരു താങ്ക് യു ലെറ്റർ വീഴും. അങ്ങനെ അതുകൊണ്ട് ഇത് കണ്ടിട്ട് ടീച്ചറാണ് ഇതെന്തോന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പം ഇവളും ആ താങ്ക് യു ലെറ്റർ ഓർണം അറിയാതെ ഇതിനകത്ത് ഇരുന്നാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവിടേക്ക് ഇവളുടെ ക്ലാസ് ടീച്ചറിനോട് നിങ്ങളുടെ പിള്ളേർ എന്തോ കാണിച്ചെന്ന് പറഞ്ഞ് ഇവള് തുണ്ട് കൊണ്ടുവന്നേക്കോന്ന് പറഞ്ഞ് സാറിനോട് പറയും. അങ്ങനെ അതുകൊണ്ട് സാറും ദേഷ്യത്തി ഇവളെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവിടെ ഷീലിങ്ങും ഇവൾ എന്തിനാ പൊക്കിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞ് അവൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു നോക്കുമ്പം അതിനകത്ത് എസ് ചോദിച്ചേക്കുന്ന ടീച്ചേഴ്സ് ഡേന് സാറുമാർക്ക് താങ്ക്സ് പറയുന്ന പോലെ ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയാ. അങ്ങനെ അതുകൊണ്ട് അവനാണ് എങ്കിൽ പിന്നെ അത് കണ്ടിട്ടായിരിക്കും സീനായെന്ന് പറഞ്ഞ് ഇവൻ അപ്പം തന്നെ സാറിന്റെ പുറകെ ഓടിച്ചെല്ലും. അതിനുശേഷം അവന് സാറിനോട് ആയിരിക്കുന്ന ലെറ്റർ ഇവൻ ഇംഗ്ലീഷ് എഴുതിയതാന്ന് പറയും. അങ്ങനെ സാറിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഞങ്ങൾ താങ്ക് യു ലെറ്റർ എഴുതിയ സാധനം അല്ലാതെ ഇവൾ തുണ്ടുണ്ടെന്ന് അല്ലെന്ന് പറഞ്ഞ് ഇവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പം സാറാണ് എങ്കിൽ പിന്നെ അതായിരുന്നു വിഷയം എന്ന് പറഞ്ഞ് അങ്ങേര് ഹാപ്പിയാകും. അതിനുശേഷം യങ്സം കുറച്ച് ജാടയൊക്കെ ഇട്ടിരിക്കുമ്പം സാറ് സന്തോഷത്തി ഇതെങ്കിൽ പിന്നെ ആദ്യം പറഞ്ഞാൽ പോലെ എന്ന് പറഞ്ഞ് അവരുടെ പരീക്ഷ എഴുതാൻ വേണ്ടി പറഞ്ഞേക്കും. അതിനുശേഷം പരീക്ഷ കഴിഞ്ഞിട്ട് ഇവളാണ് ഷീലിങ്ങിനോട് ഇവൻ എന്തിനാ വന്ന് ഹെൽപ്പ് ചെയ്തെന്ന് ചോദിക്കുമ്പം അവനും കുറെ ആലോചിച്ചു കൂട്ടണ്ട ഇവൻ എഴുതിയ ലെറ്റർ കാരണമല്ലേ സാർ ഇവളെ പൊക്കിയെന്ന് പറഞ്ഞ് അതുകൊണ്ടും സഹായിച്ചാന്ന് പറയും. കൂടാതെ ഇവളോട് ഒരു ചെറിയ കടപ്പാടൊക്കെ ഉണ്ടെന്ന് പറയുമ്പം അവൾ എന്ത് കടപ്പാടുള്ളെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവന് പോകുന്ന മുമ്പേ വീണ്ടും ഇവൾക്ക് താങ്ക്സ് പറഞ്ഞിട്ട് പോകുന്നത്. കാരണം താങ്ക് യു എഴുതിയത് ഇവനാന്ന് അറിയിക്കുക. പക്ഷെ അവൾക്ക് ഇതുവരെ മനസ്സിലായില്ല. അങ്ങനെ ഇവർ എക്സാം ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവർക്കെല്ലാം വെക്കേഷനാ. അതുകൊണ്ട് യങ്സയുടെ കസിൻ വീട്ടിലേക്ക് വന്നിട്ട് അടിച്ചുവാരി കഴിച്ചോണ്ടിരിക്കുമ്പം ഇവരെല്ലാം പട്ടിണി അടക്കേണ്ടി വരും. കാരണം ഇവളുടെ വീട്ടിലെ ആഹാരം അവൻ ഒത്തിരി ഇഷ്ടമാണ് എന്നും പറഞ്ഞ് ഇവർ 4 പേരുടെ ഫുഡാണ് അവൻ ഒറ്റയ്ക്ക് അടിച്ചുവാരി കഴിക്കുന്നത്. അതുകൊണ്ട് പറയാതൊക്കെ എന്തിനാ വന്നേന്ന് പറഞ്ഞ് ഇവളുടെ അച്ഛനമ്മയും ചിരിച്ചുകൊണ്ടേ ചോദിക്കും. അതിനുശേഷം പുറത്ത് നിന്ന് കഴിക്കാൻ തീരുമാനിച്ച് യങ്സയുടെ അമ്മയച്ഛനും കൂടെ ഷീ മാത്രം വിളിക്കുമ്പം ഇവിടെ യങ്സയാണ് ഞാനും കൂടെ വരാന്ന് പറഞ്ഞ് അവള് ചോദിക്കും. പക്ഷെ ഇവളുടെ കസിൻ വീട്ടിലുള്ളതുകൊണ്ട് കൂട്ടി നിന്ന മോളെന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവർ 3 പേരും കൂടെ പുറത്ത് കടയിൽ കഴിക്കാൻ വേണ്ടി വരുമ്പോഴാണ് യങ്സയുടെ അച്ഛനമ്മയും കൂടെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും യങ്സയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അവർ നോക്കി നോക്കി ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കാണുന്ന ഷീക്ക് ചെറിയ വിഷമമൊക്കെ വരും. ഇവളെക്കാളും കുറെ സ്നേഹം അവൾ കൊടുക്കുന്നുണ്ട്. കാരണം ഷീക്ക് അച്ഛനമ്മ ഇല്ലെന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ യങ്സയുടെ കൂടെ തന്നെ ഇവൾ ജീവിക്കുന്നത്. ഇതേ സമയം വീട്ടിൽ യങ്സയുടെ കസിനും നൈസിനും മറ്റേ സീനിയറിന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോയ ഉടനെ ഇവളും അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് കഴിക്കാൻ പോയില്ലെന്ന് പറഞ്ഞ് ഇവളാലോചിച്ച് അസൂയപ്പെട്ടിരിക്കും. അങ്ങനെ വെക്കേഷനായിട്ട് അടുത്ത ദിവസം ഉച്ച വരെ യങ്സെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പം ഇവളുടെ അമ്മയാണ് ഇവള് വിളിച്ച് മടുത്തുപോയി അവരവിടെ നിന്ന് പോകും. അങ്ങനെ ആ സമയത്താണ് ഷീലിംഗ് ഇവളെ ഫോൺ വിളിക്കുന്നത്. അങ്ങനെ അവൾ ഉറക്കത്തി എടുത്തിട്ട് ആരാന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവന് നിന്റെ അച്ഛനാന്ന് പറയും. ഇത് കേട്ട് അവളും അച്ഛൻ എന്തോ വിളിച്ചെന്ന് പറഞ്ഞ് തിരിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവനാണ് മോളെ ഒന്നും കൂടെ എന്നെ അച്ഛാന്ന് വിളിയെന്ന് പറഞ്ഞ് അവളിട്ട് കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ
അവളാണെ ദേഷ്യത്തി നീ ആയിരുന്നു അവിടെ വട്ടി എന്നറിഞ്ഞ് ഇവനിപ്പോ എന്തിനെ വിളിച്ചെന്നറിഞ്ഞ് അവള് ഫോൺ കട്ട് ചെയ്യാൻ പോകുമ്പോൾ അവനാണ് ജീഷ ഇപ്പൊ എവിടാന്ന് അറിയണ്ടെങ്കിൽ ഇവളെ ഫോൺ വെച്ചിട്ട് പോകാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവളാണ് ചുമ്മാ തമാശ പറഞ്ഞ് അവനിപ്പോ എവിടെ ഉള്ളെന്നറിഞ്ഞ് ഇവളിങ്ങനെ ചോദിക്കുമ്പോൾ അവന് ലൈബ്രറിയിലുള്ള സ്ഥലത്ത് വരാൻ പറഞ്ഞ് അവൾക്ക് ലൊക്കേഷൻ എല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതോടൊപ്പം തന്നെ അവൻ പറഞ്ഞ ലൈബ്രറിയിലേക്ക് ചെല്ലുമ്പം അവിടെ ജീഷ ഇരുന്ന് പഠിക്കുന്നതാണ്. ഇത് കണ്ട് അവൾ സന്തോഷത്തി അവന്റെ അടുത്തേക്ക് ചെന്ന് ഇരിക്കാൻ നോക്കുമ്പം അവൻ ആ സീറ്റ് വേറൊരാൾ ഇരുന്നാന്ന് പറയും. അപ്പഴാണ് അതാരാന്ന് നോക്കുമ്പോ ആ ഇരിക്കാൻ വന്ന ആള് ഷീലിംഗ് ആണ്. അങ്ങനെ അവൻ ഇവൾ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവൻ ജീഷയുടെ അപ്പുറത്ത് നിന്നിരിക്കും. കാരണം സത്യം പറഞ്ഞാൽ ജീഷയ്ക്ക് വേണ്ടിയല്ലേ അവളെ വിളിച്ച, ഇവൻ അവളെ കാണാൻ വേണ്ടി വിളിച്ച. അങ്ങനെ രാത്രി വരെ പഠിച്ചിട്ട് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പം ഇതേ സമയം ഷീയാണ് ഷീലിംഗ് ഇവളുടെ ഫോട്ടോ അവന്റെ ഇൻസ്റ്റയ്ക്കകത്ത് ഇട്ടേക്കുന്ന കാണും. അങ്ങനെ അതുകൊണ്ട് അവളും യങ്സയോട് ഇവളിന്ന് ജീഷയുടെ കൂടെ ഷീലിംഗിന്റെ കൂടെ പഠിക്കാൻ പോയിരുന്നെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അതങ്ങനെ ഇവൾക്കറിയാൻ ചോദിക്കുമ്പോൾ ഷീയാണ് അവൻ ഇട്ടേക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുക്കും. അതോടെ അവളാണ് ദേഷ്യത്തി എന്നെ ഒന്നിനും കൊള്ളാത്തൊരു ഫോട്ടോ എടുത്ത് വെച്ചേക്കുമെന്ന് പറഞ്ഞ് അവനെ വെറുതെ ഇടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഷീ കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന അവൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഷീയും ഇവൾക്ക് ഇപ്പോഴും ഷീലിങ്ങിന് ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പം യങ്സയാണ് അവൻ ഒരിക്കലും ഞാൻ സ്നേഹിച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് നീ ഒന്ന് വിഷമിക്കണ്ട, എനിക്ക് അവനെ ഒന്നല്ല ഇഷ്ടം, അവൻ എപ്പം നോക്കിയാലും എന്റെ പുറയത്തിനെ ഒന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അല്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്നിന് അവളും പറഞ്ഞു കൊടുത്തിട്ട് ജീഷയെ ഇഷ്ടമുള്ള കാര്യം മാത്രം സീക്രട്ട് ആയിട്ട് വെച്ചേക്കും. അങ്ങനെ ഇവളെ പോലെ ആൾക്കാരൊന്നും ആ ഷീലിംഗ് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറയുമ്പം ഇതികടി ഷീയാണ് ഇവൾക്ക് എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് ഇവളെല്ലാത്തിലും പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് യങ്സയെ മൊത്തം സന്തോഷത്തിലാകും. എന്നിട്ട് ഷീലിംഗ് കാണുന്ന എങ്കിൽ പിന്നെ നാളെ തൊട്ട് ഞങ്ങളോട് പഠിക്കാമെന്ന് പറഞ്ഞ് ഇവളെയും കൂടെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ അവസാനം പഠിക്കാമെന്ന് യങ്സയാണ് ഇവിടെ ഉറങ്ങി കിടക്കുമ്പം അവളുടെ നേർക്ക് വെയിലടിക്കുന്നുണ്ട്. നൈസിന് ഷീലിംഗും അവൻ അടുത്തേക്ക് ചെന്നിങ്ങനെ ഇരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഷീയും വന്ന് ഇതെല്ലാം കാണുന്നത്. അങ്ങനെ അതോടെ അവരൊക്കെ ഒന്ന് നിറഞ്ഞ് വീണ്ടും ഷീലിംഗ് ആണ് അവന്റെ സീറ്റിൽ ചെന്നിരുന്നിട്ട് ഇവളുടെ വായിന്നൊക്കെ വെള്ളം വരുമെന്ന് പറയും. അങ്ങനെ അതോടെ അവളാണ് നാണം കെട്ടിരിക്കുമ്പം ജീഷയും ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുക്കും. അങ്ങനെ രാത്രി വരെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നൈസിന് യങ്സയാണ് ജീഷന്റെ അടുത്തിരുന്നിട്ട് ഇവള് കേൾക്കുന്ന പാട്ട് അവനൊന്ന് കേൾപ്പിച്ചു കൊടുക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഷീലിംഗും ഇതെന്ത് ഉണക്ക പാട്ടാന്ന് പറഞ്ഞ് ഇവളുടെ ടേസ്റ്റ് ഒക്കെ മോശമാണെന്ന് പറയും. അങ്ങനെ അതോടെ അവളാണ് നാണം കെട്ടി ഇങ്ങനെ ഇരിക്കുമ്പം ഇവളുടെ വയറ്റിൽ നിന്ന് ശബ്ദം വരുന്നതായിട്ട് പെടുന്ന ഷീലിംഗും അവന് വിശക്കുമെന്ന് പറഞ്ഞ് അവൻ പുറത്ത് കടയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങും. അപ്പോഴാണ് ഈ ചാൻസ് യൂസ് ചെയ്ത് യങ്സയും അവളുടെ കൂട്ടുകാരിയെ അവന്റെ പുറകെ തന്നെ ചെല്ലാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവളും ഷീലിംഗിന്റെ പുറകെ ഇങ്ങനെ ചെല്ലുമ്പം അവൻ പെട്ടെന്ന് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഏതാന്ന് ചോദിക്കും. അങ്ങനെ അവൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവനും ഇതേ സെയിം ഫുഡല്ലേ യങ്സിയും കഴിക്കുന്നതെന്ന് പറഞ്ഞ് ഇൻഡയറക്റ്റ് ആയിട്ട് അവളുടെ ചോദിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവസാനം അവൾക്കത് മനസ്സിലായി അവൾ വിഷമിച്ചിരിക്കും. അതുകൊണ്ട് അന്ന് രാത്രി വീട്ടിൽ വെച്ച് യങ്സയാണ് ആ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് അവൾക്കാകെ ഉറക്കം വരുന്നുള്ളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഷീയും പെട്ടെന്ന് വിഷമത്തി എങ്കിൽ പിന്നെ ഇവൾക്ക് വരാൻ താല്പര്യമില്ല, വീട്ടിൽ തന്നെ ഇരിക്കാൻ പറയും. കാരണം ഷീലിംഗ് യങ്സയോട് കാണിക്കുന്ന സ്നേഹം കണ്ട് അവൾക്ക് അസി വരിക. അതുകൊണ്ട് അടുത്ത ദിവസം തൊട്ട് ഇവിടെ യങ്സയാണ് അവളുടെ കൂട്ടുകാരിക്ക് വേണ്ടി ലൈബ്രറി പോകത്തില്ല. അപ്പോഴാണ് ഇതറിയാൻ വരുന്ന ഷീലിംഗും ഇവളില്ലാത്തോണ്ട് അവനൊരു അത്യാവശ്യ പണിയുണ്ടെന്ന് അറിഞ്ഞ് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകും. പക്ഷെ ജീഷ പഠിക്കാൻ വന്നോണ്ട് അവൻ അവിടെ തന്നെ കാണും. അങ്ങനെ വെക്കേഷനെ കഴിഞ്ഞ് വീണ്ടും ഇവർ സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പം സാറാണ് ഇവർക്ക് പെട്ടെന്ന് തന്നെ സ്പോർട്സ് ഡേ ഒക്കെ വരും എന്നറിഞ്ഞ് അതിനുവേണ്ടി കുറെ പേര് പേരെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോകും. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ സ്പോർട്സ് ക്ലബിന്റെ ലീഡറായ മറ്റേ സീനിയറും എല്ലാവരുടെ പേരൊക്കെ എഴുതിയിടുമ്പം പുറത്ത് നോട്ടീസ് കണ്ടിട്ട് യങ്സയുടെ കസിനാണ് ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയറിനെ ആരാ ഡിസ്ക് ത്രോ എഴുതി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അപ്പം തന്നെ ക്ലബിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ അപ്പോഴാണ് അവൻ അറിയാൻ വരുന്ന ഇവന്റെ പേര് ഡിസ്ക് ത്രോയിനകത്ത് എഴുതി വെച്ചേക്കുന്ന ഇവന്റെ ക്രഷ് ആ സീനിയർ ആണെന്ന്. അങ്ങനെ അതുകൊണ്ട് അവൾ അറിയാതെ പറ്റിപ്പോയെന്ന് പറഞ്ഞ് അത് മാറ്റാൻ പോകുമ്പം ഇവൻ അതൊന്നും കുഴപ്പമില്ല, അവൻ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് അവനെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് അവൾ എഴുതി വെച്ചോണ്ട് ആ പേര് അവൻ മാറ്റത്തില്ല. അതിനുശേഷം ഇവിടെ യങ്സയും ഷീയും കൂടെ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് യങ്സയാണ് അവൾക്കിപ്പോൾ സ്പോർട്സ് ക്ലബ്ബിൽ ചെന്ന് സ്പോർട്സ് ഡേക്ക് ഇടമുള്ള ഡ്രസ്സൊക്കെ എടുക്കണം എന്ന് പറയും. അങ്ങനെ അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള F4 കിട്ടുള്ള സൈസ് ഒന്നും കിട്ടത്തില്ലെന്ന് പറയുമ്പം ഷീയാണ് ഇത് കേട്ട് ഇവൾക്ക് എല്ലാവരോടും സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് എല്ലാവർക്കും ഇവൾ ഇഷ്ടം ഇങ്ങനെ പതിയെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഷീലിംഗും ഇവരുടെ എന്തോ സംസാരിക്കുന്നു ചോദിക്കുമ്പം പെട്ടെന്ന് ഷീയാണ് ക്ലാസ് റൂമിലേക്ക് ചെല്ലും. അങ്ങനെ അതിനുശേഷം അവനും നൈസിന് അവളുടെ പുറകെ ചെന്നിട്ട് ഈ F4 ആരാന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പം അവളാണ് F4 എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ്സിൽ കാണാൻ കൊള്ളുന്ന പയ്യന്മാരാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ടതോടെ അവനും എങ്കിൽ പിന്നെ അവനും ജീഷോയെ കാണുമല്ലോ എന്ന് പറഞ്ഞ് ആരെ ഫസ്റ്റും ചോദിക്കുമ്പം അവളാണ് കളിയാക്കിയ രീതിയിൽ ജീഷോ ആ ലിസ്റ്റിനകത്തില്ല, ഇവൻ ആ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ അവനോട് പറഞ്ഞോണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് സൈഡിൽ നിന്ന് കേട്ട് ജീഷയാണ് അപ്പൊ കാണാൻ കൊള്ളുന്ന പയ്യന്മാര് ഞാനില്ലെന്ന് പറഞ്ഞ് അവ ചെറുതായിട്ട് അപ്സെറ്റ് ആകും. പക്ഷെ ഇവിടെ സത്യത്തിൽ യങ്സെ ഉദ്ദേശിച്ചത് F4 എന്ന് പറഞ്ഞ ഫാറ്റ് 4 എന്നാണ്, അതായത് തടിയായിട്ടുള്ള 4 പേർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇവൾ വന്ന്. അങ്ങനെ അവസാനം അവള് ക്ലബ്ബിൽ നിന്ന് ആ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് ക്ലാസ് റൂമിലേക്ക് വരുമ്പം പുറത്ത് ടീച്ചറാണ് ഷീയോട് സ്പോർട്സ് ഡേക്ക് ഇവളൊന്ന് അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവളാണെ പറ്റത്തില്ല, വേറെ ആരെങ്കിലൊക്കെ വിളിക്കുന്ന പറഞ്ഞ് അവൾ ടീച്ചറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യങ്സ് ഇതെല്ലാം കേട്ടിട്ട് വെറുതെ അവളെ ഫോഴ്സ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് വേറെ വല്ല പിള്ളേർ വിളിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ആ സമയത്ത് ജീഷോ ആ വഴി കൂടെ പോകുമ്പം ടീച്ചറാണ് ബോയ്സിന്റെ സ്ഥാനത്ത് ഇവൻ വേണം സ്പോർട്സ് ഡേ ഹോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പം അവനൊരു സെക്കൻഡ് ആലോചിച്ച് നോക്കും യങ്സ് പറഞ്ഞായിരുന്നു F4 ലിസ്റ്റ് ഇവനെ പൊട്ടിച്ചിട്ട് ഷീലിംഗ് നമ്പർ 1 ഉള്ളതെന്ന്.
അതുകൊണ്ട് അവൻ അതാലോചിച്ചിട്ട് ഞാൻ ചേരാന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് പേര് കൊടുക്കും. അങ്ങനെ അതോടെ ടീച്ചറും ഇനി ഇവള് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് അവളോട് കുറെ ചോദിച്ചു നോക്കുമ്പം അവസാനം അവള് സമ്മതിക്കും. എന്നിട്ട് ഇത് കണ്ട് യങ്സയാണ് അപ്സെറ്റായി അവള് ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പം അവിടേക്ക് വന്നിട്ട് ഷീലിംഗ് ആണ് F4 എന്ന് പറഞ്ഞ തടിയുള്ള 4 പേരാന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞ, ചുമ്മാ അതല്ല ജീഷാനത്തില്ലെന്ന് അവള് പറഞ്ഞു. എന്നിട്ട് അവൻ അവളെ ദേഷ്യത്തിരിക്കും. അതിനേശം എല്ലാവരും സ്പോർട്സ് ഡേക്ക് വേണ്ടി പുറത്ത് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പം യങ്സയാണ് അപ്സെറ്റ് ആയിട്ട് ഇവള് ഷീയും കൂടെ നടന്നുപോയാൽ എല്ലാവരും ഷീയെ മാത്രമേ നോക്കത്തുള്ളൂ പറഞ്ഞ് ഇവളെ കാണാൻ അപ്പൊ കൊള്ളത്തില്ലെന്ന് സാറിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് സാറാണ് അവിടുത്തെ ടീച്ചറിനെ വായി നോക്കിക്കൊണ്ട് അവരെ കാണാൻ കൊള്ളാലേന്ന് പറഞ്ഞ് ഇങ്ങനെ സ്വപ്നലോകത്തിരിക്കും. അതേസമയം അവളും എന്നെ എല്ലാവരും മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്ന് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇത് കേട്ട് അടുത്ത സെക്കൻഡ് ഷീലിംഗ് അവിടേക്ക് വന്നിട്ട് നിന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ്, നിന്നെ കാണാൻ സുന്ദരിയല്ലേ, ചുമ്മാ ഒന്നിനില്ലാത്ത കാര്യക്കാലച്ച് ഇവിടെ വിഷമിച്ചിരിക്കാതെ എന്നിന് അവനൊന്ന് പറഞ്ഞ ഉടനെ ആദ്യമായിട്ട് ഇവൾക്ക് അവനോടൊരു ഇഷ്ടമൊക്കെ ഇങ്ങനെ വന്നു. അതിന് ഷീലിംഗ് ആണ് അവിടെ നിന്ന് പോയിട്ട് അവന്റെ മുഖം കഴിക്കൊണ്ടിരിക്കുമ്പം ഇവൾ അടുത്തേക്ക് വന്നിട്ട് സത്യത്തിൽ ഇവളെ കാണാൻ ബ്യൂട്ടിഫുൾ ആന്ന് പറഞ്ഞതൊക്കെ ഉള്ളയാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അല്ല ചുമ്മാ അറിഞ്ഞാന്ന് പറഞ്ഞ് ഇവളെ തിരിച്ച് കളിയാക്കുമ്പം ഇവളാണ് ദേഷ്യത്തി അപ്പോഴേ അറിയായിരുന്നു ഇവൻ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന വ്യക്തിയല്ലെന്ന് പറഞ്ഞ് പിന്നെന്തിനും അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ തമാശയ്ക്ക് തർക്കമായി രണ്ടുപേരും കൂടെ പരസ്പരം വെള്ളം ഒഴിച്ച് അവർ ഫുൾ അങ്ങ് നനഞ്ഞു പോകും. അങ്ങനെ ആ സമയത്താണ് ആ ഗ്യാപ്പിൽ വരുന്ന ജീഷവും കൂടെ നനയുന്നത്. അതോടെ യങ്സയെ മൊത്തത്തിൽ പേടിച്ചു പോയി അവനോട് സോറി പറഞ്ഞിട്ട് ഇവൻ വന്ന കണ്ടില്ലെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പെടുന്ന ജീഷയാണ് ജലസായിട്ട് ഷീലിങ്ങിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. കാരണം ഇവർ തമ്മിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്നുണ്ട് അവന് ചെറിയ സങ്കടം വന്ന്. അങ്ങനെ അതുകൊണ്ട് അവിടുന്ന് ഷീലിങ്ങിനെ വിളിച്ചുകൊണ്ടുപോയി ഇവൻ എങ്ങനെ യങ്സായിട്ട് ഇത്രയും ക്ലോസ് ആയും ചോദിക്കും. അങ്ങനെ അതോടെ ഷീലിങ്ങും പെട്ടെന്ന് എന്തിനാളി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അവന് ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുമ്പം ജീഷയാണ് സീരിയസ് ആയിട്ട് അവളോട് എങ്ങനെ ക്ലോസ് ആയ നമുക്കൊരാൾ ഇഷ്ടമാണെങ്കിൽ അവരോട് എങ്ങനെ അടുക്കാന്ന് പറഞ്ഞ് ഇവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് കേട്ട് അവനാണ് ഷോക്കായിട്ട് നിനക്ക് പെട്ടെന്ന് എന്തോ പറ്റിയാടാ ജീഷോ, നീ സാധാരണ ആരും ഇഷ്ടപ്പെടാറില്ലല്ലേ, അങ്ങനെ ആദ്യമായിട്ട് നിനക്ക് ഒരാൾ ഇഷ്ടമായ എങ്കിൽ പിന്നെ അത് ആരാന്ന് അറിയണമല്ലേ എന്നിന് ഇവന് സന്തോഷത്തോടെ ചോദിക്കാൻ നോക്കുമ്പോൾ ജീഷയാണ് അതിനെക്കുറിച്ച് നിപ്പ അറിയണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ ചോദിച്ചതിന് മാത്രം ആൻസർ ചെയ്യാൻ പറയും. അപ്പോഴാണ് ഷീലിങ്ങും നമ്മൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ എങ്കിൽ പിന്നെ അവളോട് ആദ്യം ക്ലോസ് ആക്കാൻ നോക്കണം, അതിന് ഏറ്റവും പറ്റിയ ഐഡിയ അവൾക്ക് ബെസ്റ്റ് കാണുമല്ലോ, അവൾ ആദ്യം കൈക്കലാക്കിയാൽ മതി, അവൾ പിന്നെ സഹായിക്കും എന്നിന് ഇവൻ പറഞ്ഞ ഉടനെ ജീഷയും യങ്സയുടെ ബെസ്റ്റ് ഷീയല്ലേന്ന് പറഞ്ഞ് അവൻ ആദ്യം അവളുടെ ക്ലോസ് ആകാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഷീലിംഗ് യങ്സായിട്ട് കറങ്ങുന്ന അപ്പൊ ഷീയെ സെറ്റാക്കാനാണെന്ന് പറഞ്ഞ് അതുകൊണ്ടാണോ ഇവൻ എപ്പോഴും യങ്സായിട്ട് കറങ്ങുന്നതെന്ന് പറഞ്ഞ് അവൻ തെറ്റിയിരിക്കും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവിടെ ജീഷോയും യങ്സയെ സെറ്റാക്കണേ അവളുടെ കൂട്ടുകാരായിട്ട് ക്ലോസ് ആണെന്ന് പറഞ്ഞ് അവൻ കുറെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്കൊന്ന് യങ്സ് ഇരുന്ന ഉടനെ ഇവനാണ് പേടിച്ച പേപ്പർ എടുത്ത് അങ്ങ് മറച്ചു വയ്ക്കും. അതിനേശം അവളും ഇന്നലെ അങ്ങനെ വെള്ളം ഒഴിച്ചിന് സോറി എന്ന് പറഞ്ഞിട്ട് ഇവന് പനി പിടിച്ചോന്ന് ചോദിക്കുമ്പം അവനാണ് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഷീഷിയോട് ഇവൾ കുടിക്കാൻ വല്ലതും വെള്ളം വേണം ചോദിക്കും. അങ്ങനെ അവളോട് കുറച്ച് ക്ലോസ് ആയിട്ട് കാണിക്കുമ്പം ക്ലാസ്സിൽ ഇരിക്കുന്ന പിള്ളേരെല്ലാരും കൂടെ ജീഷു അവളെ സെറ്റാക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് അവരൊക്കെ തെറ്റിയിരിക്കും. അങ്ങനെ അതേപോലെ തന്നെ ഇവിടെ യങ്സയ്ക്ക് നല്ല സങ്കടമായി. അതുകൊണ്ട് അവൾ അവരുടെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പം പാവം നമ്മുടെ ജീഷു ആണ് ഇവളെ സെറ്റാക്കാൻ വേണ്ടിയ അവളുടെ കൂടെ കുറെ ക്ലോസ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് മനസ്സിലാകാതെ അവൾക്ക് മൊത്തത്തിൽ കരച്ചിൽ വരും. അങ്ങനെ അതുകൊണ്ട് അന്ന് രാത്രി ഇവളാണ് ഉറക്കത്തിൽ അവളുടെ കൂട്ടുകാരിയെ കാണാൻ ഒട്ടും സൗന്ദര്യമില്ലാത്ത പോലെ ആലോചിച്ച് നോക്കും. അങ്ങനെ ആ സ്വപ്നത്തിൽ നിന്ന് ഇവളെ എഴുന്നേറ്റ് നോക്കുമ്പം ഇവൾക്ക് അങ്ങനെ ഒരു ചിന്തയുള്ളത് മനസ്സിലാക്കും. കാരണം ഇവളെക്കാല് സൗന്ദര്യം ശീശിക്കുള്ളതുകൊണ്ട് എല്ലാവരും അവളുടെ പുറകെ പോവാന്ന് ഇവൾക്ക് വീണ്ടും വീണ്ടും അതാ വെച്ച് അസി വന്നുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ക്ലാസ്സിൽ വെച്ച് യങ്സയാണ് ഫിസിക്സിന്റെ ഹോംവർക്ക് ഒന്ന് തരാൻ പറ്റുമെന്ന് പറഞ്ഞ് ശീശയോട് ചോദിക്കും. അപ്പോഴാണ് അവളും ഹോംവർക്ക് തന്ന കോപ്പി അടിക്കാനാണെന്ന് ചോദിക്കുമ്പം അവളും കോപ്പി അടിക്കാനല്ല ചുമ്മാ ആൻസർ മാത്രം നോക്കത്തുള്ളൂ എന്ന് പറയുമ്പം അവസാനം നോക്കി എഴുതാൻ വേണ്ടി ശീശയെ സമ്മതിച്ചു കൊടുക്കും. എന്നിട്ട് യങ്സയാണ് അവൾക്ക് ലീഡറിന്റെ ജോലി തന്നെ കുറെ ഉള്ളതുകൊണ്ട് സ്പോർട്സിന് വേണ്ടി ചെറിയ ഹെൽപ്പൊക്കെ ഇവള് ചെയ്തുതരാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് ശീശയും സ്പോർട്സിനകത്ത് ഷീലിംഗ് ഉള്ളതുകൊണ്ട് അവൾ സന്തോഷത്തിൽ ആ ജോലി അപ്പം തന്നെ ഏറ്റെടുക്കും. ഇതേ സമയം അവിടേക്ക് വരുന്ന ജീഷയാണ് ഒരു പോസ്റ്റ് എടുത്തോണ്ട് ഇവളുടെ ഒന്ന് കൊടുക്കും. അങ്ങനെ അത് കാണുന്ന യങ്സയും ഇവർ തമ്മിൽ എന്തോ ലവ് ലെറ്റർ ഒക്കെ ഷെയർ ചെയ്യുന്നെന്ന് പറഞ്ഞ് അവള് മൊത്തത്തിൽ അങ്ങ് തകർന്നു പോകും. അതിനുശേഷം അവളാണ് ആ പോസ്റ്റ് എടുത്ത് അവളുടെ ലോക്കറിനകത്ത് സുരക്ഷയായിട്ട് വയ്ക്കും. എന്നിട്ട് യങ്സയാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പം ഇവൾക്ക് ആ പോസ്റ്റ് എടുത്ത് തുറന്നു നോക്കണമെന്നുണ്ട്. പക്ഷെ അവളെ തന്നെ കൺട്രോൾ ചെയ്ത് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അന്നത്തെ ദിവസം ഫുള്ളും ജീഷ എന്തുമായിരിക്കും അതിനകത്ത് എഴുതി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് ഇവൾ കുറെ ആലോചിച്ച് അപ്സെറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പം ഇവൾ ആരില്ലാത്ത സമയത്ത് അവളുടെ ലോക്കർ ഇറന്ന പോസ്റ്റ് എടുക്കാൻ വേണ്ടി നോക്കും. പക്ഷെ ഇവള് കാണിക്കുന്ന ചെറ്റത്തരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവള് പഴയതൊക്കെ ഇങ്ങനെ ഓർത്ത് നോക്കും. അങ്ങനെ ആദ്യം ഇവള് സീഷിയെ കണ്ടുമുട്ടിയത് പുറത്തൊരു കടയിൽ വെച്ച. അങ്ങനെ അവിടെ യങ്സയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് തന്നെ സീഷിയെ വാങ്ങിക്കാൻ വേണ്ടി വന്ന്. അങ്ങനെ അതുകൊണ്ട് സീഷിയും അവൾക്ക് ഈ ബുക്ക് ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞ് യങ്സയ്ക്ക് തന്നെ കൊടുത്ത് ഇവർ രണ്ടുപേരും അപ്പം തന്നെ ഫ്രണ്ട്സ് ആകും. അതിനുശേഷം യങ്സെ അവളുടെ വീട്ടിലേക്കൊക്കെ വിളിച്ചോണ്ട് പോയിട്ട് കുറെ സ്നാക്സും കഥ ബുക്കും എല്ലാം കൊടുത്ത് അവളെ പഠിച്ചോളാൻ പറയും. അങ്ങനെ ശീശി അവളും കൂടെ കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. കാരണം ഇവൾക്ക് വേണ്ടി സീഷി മത്സരത്തിലൊക്കെ വിജയിച്ച് ഫോണൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം സീഷിയുടെ അച്ഛനും അമ്മയും കൂടെ ക്രിമിനലാന്ന് പറഞ്ഞ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോയി കാണും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവള് മൊത്തത്തിൽ ഒറ്റയ്ക്ക് തകർന്നു ഇരിക്കുമ്പോഴാണ് യങ്സെ അടുത്തേക്ക് വന്നിട്ട് ഇനി തൊട്ട് ഇവളുടെ കുടുംബം അവളുടെ കുടുംബം എന്ന് പറഞ്ഞ് ഇവളെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി വിളിച്ചാണ്.
കാണും. അങ്ങനെ അതുകൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോൾ ഒരേ വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കി യങ്സയും കരഞ്ഞോണ്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചവര് എപ്പോഴാണോ സീഷി അവളുടെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ തൊട്ട് എല്ലാ സമയത്തും എല്ലാവരും അവളായിട്ട് ഇവളെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞ് അവൾക്ക് നല്ല സങ്കടമാകും. കാരണം വീട്ടിൽ അമ്മയച്ഛന് മാർക്ക് പറഞ്ഞാലും അവൾക്ക് നല്ലോണം മാർക്കുള്ളതുകൊണ്ട് സീഷി നോക്കി ബടിന്ന് പറഞ്ഞ് എല്ലാവരും ഇവളെ വഴക്കുറയത്തേ ഉള്ളു. അങ്ങനെ അതുകൊണ്ട് അതൊക്കെ ആലോചിച്ച് നോക്കി ഇവൾക്ക് സീഷയോട് ദേഷ്യമായി. ഇവൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം അവൾക്ക് ഇഷ്ടപ്പെട്ട്, പക്ഷെ അതേപോലെ ഇവൾ സ്നേഹിക്കുന്ന പയ്യനെ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് അവൾ ഓടിച്ചെന്ന് ഇപ്പൊ ആ ലോക്കർ തുറക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ദിനേശ് എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.